ഹലോ ചങ്ങായിമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ റേഷ്. എന്നാലും നമ്മൾ പെട്ടൊരു പെടലേ യൂത്ത് ഹോസ്റ്റലിന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോൾ അതിൻ്റെ മാനേജർ വന്നിട്ട് ഒരേ വെറുപ്പിക്കില്ല, റിവ്യൂ വേണമല്ലോ, അതോ ഹിന്ദിയിലും ഇംഗ്ലീഷ്. ഇതിപ്പോൾ മലയാളത്തിലാണ് എന്തെങ്കിലും പറഞ്ഞ് പണ്ടാറടക്കുന്നത്, ഇതിപ്പോൾ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേണം പറയാം. ഞങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് ആരും ചിരിക്കരുത് കേട്ടോ. We get it at a good price. We also enjoyed the stay. Under the government property, we are happy with us. ഇന്ന് നമ്മുടെ കൊൽക്കത്തയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇവിടെ രണ്ട് സ്ഥലങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ താജ്മഹൽ ഉണ്ടാക്കിയ അതേ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ വിക്ടോറിയ മഹൽ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ ലെജൻഡറി ഇന്ത്യൻ കോഫി ഹൗസ്. റൂമിൽ നിന്ന് ഇറങ്ങി നേരെ മെട്രോ പിടിച്ച് നേരെ വിക്ടോറിയ മഹലിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ. എൻ്റെ പൊന്നു, മെട്രോയിലൊക്കെ ഒടുക്കത്തെ തിരക്ക്, ഫുള്ള് കുത്തി നിറച്ചിട്ടാണ് ഇവർ പോകുന്നത്. പിന്നെ ഒന്നും നോക്കില്ല, ഞങ്ങളും ആ തിരക്കിന് അങ്ങോട്ട് ഭാഗമായി. മെട്രോയിൽ കയറാൻ മാത്രമല്ല, ഇറങ്ങാനും ഒടുക്കത്തെ തിരക്ക് തന്നെ. റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ടും ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാണ്ട് കേട്ടോ. ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. 20 രൂപയാണ് ടിക്കറ്റിന് പെർ ഹെഡ് റേറ്റ് വരുന്നത്. കുറച്ച് നേരം ഒന്ന് വരിക്കേണ്ടി വന്നു കേട്ടോ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ലഗേജിനുള്ള ടിക്കറ്റും കൂടി ഞങ്ങൾ എടുത്തു. പിന്നെ ഈ എടുത്താൽ പോകുന്ന ലഗേജ് ഒന്നും അവരെ അതിൻ്റെ ഉള്ളിൽ കയറ്റില്ല കേട്ടോ. അതിൻ്റെ പുറത്തൊരു ലോക്കർ വരുന്നുണ്ട്, അവിടെ വെക്കാനാണ് പറഞ്ഞത്. കിടക്കട്ടെ, മൂപ്പർക്കിട്ടൊരു പണി. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ സാധനം, കൊണ്ടുപോയി വെക്കുള്ളിൽ. ഞങ്ങളൊന്ന് ഉള്ളിൽ കയറി വരട്ടെ. ഈ ഒരു വിക്ടോറിയ മഹൽ സ്ഥിതി ചെയ്യുന്നത് 64 ഏക്കർ സ്ഥലത്താണ് കേട്ടോ. എന്നാൽ പിന്നെ നമ്മളൊന്ന് ഉള്ളിൽ കയറി വെക്കട്ടെ, എന്താ അവസ്ഥ നോക്കാലോ. ഉള്ളിലോട്ട് കയറുന്ന വഴിക്കും അതേപോലെ ഗേറ്റിൻ്റെ പുറത്തും ഗേറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ചെക്കിങ്ങിന്. നല്ല കിടിലൻ ചെക്കിങ്ങിലൂടെയാണ് കടന്നു വന്നത്. താജ്മഹൽ ഉണ്ടാക്കിയ അതേ സ്ഥലത്തുള്ള മാർബിൾസ് കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു വിക്ടോറിയ മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിവർഷം 5 മില്യൺ ആൾക്കാരാണ് കേട്ടോ ഈ വിക്ടോറിയ മഹൽ കാണാൻ വേണ്ടി വരുന്നത്. 1876 മുതൽ 1901 വരെ ഇന്ത്യ ഭരിച്ചിരുന്ന ക്യൂൻ വിക്ടോറിയ രാജ്ഞിയുടെ ഓർമ്മക്കാണ് കേട്ടോ ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കിയത്. സംഭവം ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണല്ലോ. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ്റെ കയ്യിലാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു മ്യൂസിയമാണ്. പിന്നെ ഓവർ ചരിത്രം പറയാൻ എനിക്കറിയില്ല, ഞാനതുകൊണ്ട് പറയുന്നില്ല. എന്തായാലും ഒന്നും പറയാതെക്കാൻ വയ്യ. 100 വർഷം മുമ്പ് ഇത്രയും അടിപൊളി ഒരു സംഭവം ഉണ്ടാക്കിയല്ലോ. ഇതിൻ്റെ ഉള്ളിലെ ഡിസൈനൊക്കെ ഒന്ന് കാണിച്ചാൽ, ഞാൻ ഒരു വെറൈറ്റി സംഭവം കാണിച്ചാൽ ഇതൊന്ന് നോക്കിയിട്ടോ. ഏകദേശം 2 മണിക്കൂറോളം നടന്ന് കാണാനുള്ള സംഗതികൾ ഇതിൻ്റെ ഉള്ളിലുണ്ടോ. ഞാൻ മുഴുവൻ ഏതായാലും ഇതിൽ കാണിക്കുന്നില്ല, എനിക്കതിനെ പറ്റി പറഞ്ഞുതരാൻ അറിയാത്തതുകൊണ്ടാണ്. സംഗതി താജ്മഹലിനെ പോലെ തന്നെ ഒരു വെണ്ണക്കല്ലിൽ തീർത്ത വിസ്മയമാണ് കേട്ടത്. താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എങ്ങനെയാണ് ഫോട്ടോ എടുത്താലുണ്ടാവുക, അതുപോലൊക്കെ തന്നെ കേട്ടോ ഇവിടുന്ന് ഫോട്ടോ എടുത്താലും നമ്മളൊന്നായിട്ട് കറുത്തിരിക്കും. ആ കാണുന്ന ഇന്ത്യൻ ഫ്ലാഗ് വിക്ടോറിയ മഹലിൻ്റെ മുകളിൽ ഞാൻ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം കിട്ടും. അങ്ങനെ 3 മണിക്കൂറോളം ഉള്ളിലും പുറത്തുമായിട്ട് ചിലവഴിച്ച് ഞങ്ങൾ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് പോകാൻ കേട്ടോ. ഇനി അടുത്ത പരിപാടി പിടിക്കട്ടെ വേഗം. നമ്മൾ കുറച്ച് നേരത്തെ കയറിയോണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഫുള്ള് തിരക്കായി, നിറച്ച ആൾക്കാരാണ്. ആ തല വരെ ലൈനുണ്ട്, ലാസ്റ്റ് വരെ. അപ്പോൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ അത്രയും സിമ്പിളായിട്ട് നമുക്ക് കയറി പോകാം. പുറത്ത് കണ്ട യെല്ലോ ടാക്സിയിൽ ഒന്നും നോക്കാതെ വേഗം ചാടി കയറിട്ടോ. അടുത്തത് പോകേണ്ടത് കോളേജ് സ്ട്രീറ്റിലേക്കാണ്. അവിടെയാണ് ഇന്ത്യൻ കോഫി ഹൗസ് ഉള്ളത് കേട്ടോ. ഏറി വന്നാൽ 2 കൊല്ലം കൂടിയുള്ള ഈ യെല്ലോ ടാക്സി കൊൽക്കത്തയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. കൊൽക്കത്തയുടെ പഴമയും പ്രൗഢിയൊക്കെ വിളിച്ചു പറയുന്ന ഒരു സാധനമാണ് ഈ യെല്ലോ ടാക്സി. 2 വർഷത്തിനുള്ളിൽ ഈ കൊൽക്കത്തയിലുള്ള യെല്ലോ ടാക്സിൻ്റെ മൊത്തം പെർമിറ്റ് തീരും കേട്ടോ. അതോടെ ഈ സംഭവം നിൽക്കുന്നതാണ് ഗവൺമെൻറ് പറഞ്ഞത്. മെട്രോൻ്റെ തിരക്കിന്ന് കാണാതായ 2 പേരും നമ്മളെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടിയിലുണ്ടവരും. വണ്ടിയിലെ പോലെ തന്നെ വണ്ടി ഓടിക്കുന്ന ഇയാൾക്കും അത്യാവശ്യം പഴക്കമുണ്ട് കേട്ടോ. मोहन राय कितना साल हो गया गाड़ी ड्राइव करके? हो गया 40 साल. 40 വർഷമായിട്ട് ആശാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ സംസാരിക്കാൻ നല്ല മടിയുണ്ട്. ഇനി ക്യാമറ കണ്ടതുകൊണ്ടാണെന്ന് അറിയില്ല. മൂപ്പര് ഞങ്ങളോട് ആകെ 100 രൂപ ചാർജ് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഈ ഓലയിലും ഊബറിലൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് 200-300 പ്രൈസ് കാണിച്ചിരുന്നത്. പിന്നെ റോഡിന് നടുക്കൂടി റെയിൽവേ ട്രാക്ക് പോണത് കണ്ടോ, അത് ഈ ട്രാമിൻ്റെ ട്രാക്കാണ് കേട്ടോ. ട്രാം എന്ന് പറഞ്ഞാൽ റോട്ടുമ്മ കൂടി ഓടുന്ന ട്രെയിനാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഫ്രണ്ടിലെത്തിട്ടോ. ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. 148 വർഷത്തെ പഴക്കമുണ്ട് ഈ കൊൽക്കത്തയിലേക്ക് ഇന്ത്യൻ കോഫി ഹൗസിന്. അത് നിങ്ങൾക്ക് എല്ലാ സൈഡിലുള്ള ലെറ്റർ ബോക്സ് അതേപോലെ സ്വിച്ച് ബോർഡൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം പഴക്കമുള്ള ബിൽഡിങ്ങാണ് ഇത്. ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള 2 ഐറ്റംസാണ് കോൾഡ് കോഫി അതേപോലെ കട്ട്ലേറ്റ്. കട്ട്ലേറ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ കട്ട്ലേറ്റ് അല്ല കേട്ടോ, ഇതൊരു വേറെ തന്നെ സാധനം. കൊൽക്കത്ത വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ വരണം. അതേപോലെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, ഒരു വെറൈറ്റി സാധനം തന്നെയാണ്. ഒരു പ്രത്യേക വൈബ് തരുന്നൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഒടുക്കത്തെ തിരക്കായിരുന്നു, എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നതുകൊണ്ടാണ് ഇത്ര തിരക്ക്. പിന്നെ പല സ്ഥലത്തായിട്ട് ആൾക്കാർ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നത് കാണാം കേട്ടോ. പിന്നെ നമ്മുടെ ആൾക്കാർ മാത്രമല്ല, പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സംഗതി ഏതായാലും നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. മസ്റ്റായിട്ട് വരണം ഇവിടെ എന്തായാലും. അങ്ങനെ ഞങ്ങൾ ഇന്നത്തോടെ നാട്ടിലേക്ക് തിരിക്കാൻ പോവാണ്. കുറേ ദിവസമായി പോന്നിട്ട്. വീഡിയോ കണ്ട് സഹിച്ച് നിന്ന് എല്ലാവർക്കും നന്ദി.
യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാൻ മറക്കരുതേ. പിന്നെ പല ചങ്ങായിമാരെ വീഡിയോ കണ്ടിട്ട് ലോക്കലിൽ കയറി പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ ലോക്കലിൽ കയറാൻ നിൽക്കുന്ന ക്യൂ ആണിതിൽ. ഈ തല മുതൽ അത്തല വരെ ക്യൂ ഉണ്ട്. അത് വൻ പാളിച്ചായി പോയി. പിന്നെ TTR കണ്ട് കയ്യും കാലും പിടിച്ചിട്ടാണെങ്കിലും ഒരു സീറ്റ് ഒപ്പിച്ച് നൈസായിട്ട് അതിൽ കയറി എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഓക്കെ, തൽക്കാലത്തേക്ക് ബൈ.